ഹായ്, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ദ ട്രാൻസ്പോർട്ട് ഓഫ് എനർജി ബൈ എ വേവ്, അതുപോലെ മൊമെന്റം ഫ്ലോ ആൻഡ് മെക്കാനിക്കൽ റേഡിയേഷൻ പ്രഷർ. Let us imagine that one end of a very long string is being oscillated transversely so as to generate a sinusoidal wave traveling out along the string. Okay, അതായത് ഇത്രേ ഉള്ളൂ, ഒരു ലോങ് സ്ട്രിങ് എടുക്കുക. Alright, now we imagine that we are oscillating one end of it. Right? This is a very long string. We oscillate it transversely, right, in such a way that there's a sinusoidal wave traveling along the string. ഈ സ്ട്രിങ്ങിലൂടെ ഒരു sinusoidal wave travel ചെയ്യുന്ന രീതിയിൽ നമ്മളിവിടെ ഓസിലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാൽക്കുലേഷൻസ് അനുസരിച്ച് ഈ രീതിയിൽ സൈനസോയിഡൽ വേവ്സ് ട്രാവൽ ചെയ്യണമെങ്കിൽ ഓക്കെ ദർ ഷുഡ് ബി എ കണ്ടിന്യൂയിങ് ഇൻപുട്ട് ഓഫ് എനർജി. കാരണം ഈ രീതിയിലുള്ള ട്രാവലിംഗ് സൈനസോയിഡൽ വേവ് ഉണ്ടെന്ന് കരുതുക. റൈറ്റ്, ഫോർ ഈച്ച് ന്യൂ ലെങ്ത് ലാംഡ, നമ്മൾ ഇതിനെ ലാംഡ ലെങ്ത് ഉള്ള സെക്ഷൻസ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ ഈച്ച് ന്യൂ ലെങ്ത് ലാംഡ, ഓരോ ലാംഡ ഡിസ്റ്റൻസ് ഉള്ള സെക്ഷൻ എടുത്താലും റൈറ്റ് അത് മൂവ്മെന്റിലാക്കണമെങ്കിൽ വി നീഡ് ടു സപ്ലൈ എനർജി. Right, അതിന് കൊടുക്കേണ്ട എനർജി ഇത്രയാണ്, E is equal to half lambda mu u0 square. Right, this we calculated in the previous class. This is the energy associated with a mechanical wave. അതായത് ഒരു മെക്കാനിക്കൽ വേവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ it has an energy per unit length is equal to energy per unit length നമുക്ക് E by lambda എന്ന് എഴുതാം. This is the energy per length lambda, right? Energy for a length lambda. Energy per unit length എന്ന് പറയുന്നത് half mu u0 squared. അതായത് ഓരോ യൂണിറ്റ് ലെങ്തിനും ഇത്രയും എനർജി ഉണ്ടാവണമെങ്കിൽ വി ഷുഡ് ബി ഗിവിംഗ് ദിസ് എനർജി ഫ്രം ഔട്ട്സൈഡ്. ഓക്കെ, ദിസ് cannot happen by itself because energy is conserved. So the work equivalent to this energy must therefore be supplied by the driving agent, the source, at the end of the string. Okay, so let's see how this can actually be verified. So we shall take the same sinusoidal wave equation as in the last section. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എടുത്ത സൈനുസോയിഡൽ വേവ് ഇക്വേഷൻ ഇതായിരുന്നു, y of x, t is equal to a sin 2 pi nu t minus x divided by v. We said that this is a rightward traveling wave. Now let's assume that the string has one end at x equal to 0. Right? String ന്റെ ഒരു end x equal to 0 എന്നുള്ള പോയിന്റിലാണ്. Right? And we are driving it at this point. Okay? This means that we are providing the oscillations, we are providing the transverse oscillations at x equal to 0. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ഷൻ, ഇറ്റ് ഹാസ് ടു ബി അപ്ലൈഡ് ഇൻ എ ഡയറക്ഷൻ ടാൻജന്റ് ടു ദ സ്ട്രിംഗ്. അതായത് സ്ട്രിംഗ് ടെൻഷൻ ഇസ് ആക്ടിങ് അലോങ് ദ സ്ട്രിംഗ്, സോ ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഹാസ് ടു ബി ഓൾസോ ഗിവൺ അലോങ് ദ സ്ട്രിംഗ്. റൈറ്റ്, അതായത് ഇറ്റ് ഹാസ് ടു ബി ടാൻജന്റ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇറ്റ് ഹാസ് ടു ബി ടാൻജന്റ് ടു ദ സ്ട്രിംഗ്. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെയാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. റൈറ്റ്, ഫോഴ്സ് ഇസ് ഗിവൺ ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, ഇതൊരു ട്രാവലിംഗ് വേവ് ആണെങ്കിൽ നമുക്കറിയാം ഇൻ ദ നെക്സ്റ്റ് ഇൻസ്റ്റന്റ് ദ വേവ് ഇസ് സംതിങ് ലൈക്ക് ദിസ്. തൊട്ടടുത്ത ഇൻസ്റ്റന്റിൽ വേവ് കുറച്ച് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ദ പാർട്ടിക്കിൾസ് ആർ ആക്ച്വലി, അതായത് പീക്കിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ടിക്കിൾസ് ദേ ആർ മൂവിങ് ഇൻ ദ നെഗറ്റീവ് y ഡയറക്ഷൻ. റൈറ്റ്, സോ ദിസ് വിൽ ഹാപ്പൻ ഇഫ് ദ ഫോഴ്സ് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ഫോർ ദിസ് റീസൺ ദ ഫോഴ്സ് ഹാസ് ടു ബി ഇൻ ദിസ് ഡയറക്ഷൻ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വെക്ടറിന്റെ ഡയറക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. റൈറ്റ്, അതുപോലെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി ഈക്വൽ, ഇറ്റ് ഈസ് ഈക്വൽ to the string tension. Force in the magnitude എന്ന് പറയുന്നത് string tension equal ആണ്. Alright, so we are talking about wave motion represented by this equation, y of x, t is equal to a sin 2 pi nu t minus x divided by v. Alright, ഇനി x equal to 0 എന്നുള്ള എൻഡിലെ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്സ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, so these transverse displacements are a function of time. Alright, അതായത് x equal to 0 എന്നിട്ട് that will give you the transverse displacements at x equal to 0 as a function of time. This is simply a sin 2 pi nu t. Alright, അതാണ് ഇവിടെ ഈ y of 0, t എന്നുള്ളതിനെ നമ്മൾ y0 of t എന്ന് എഴുതിയിരിക്കുന്നത്. Alright, അതായത് x equal to 0 എന്നുള്ള എൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Okay, so we can write y0 of t is equal to a sin 2 pi nu t. Okay, ഇനി നമുക്ക് ഈ f വെക്ടറിന്റെ ട്രാൻസ്വേഴ്സ് കോമ്പണന്റ് കണ്ടുപിടിക്കാം. Alright, കാരണം വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ട്രാൻസ്വേഴ്സ് മോഷൻ. റൈറ്റ്, അതുകൊണ്ടാണ് നമ്മൾ എഫ് വെക്ടറിന്റെ ട്രാൻസ്വേഴ്സ് കോമ്പണന്റ് മാത്രം എടുക്കുന്നത്. റൈറ്റ്, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വി ക്യാൻ ഡ്രോ ദിസ് ലൈക്ക് ദിസ്. ഇതാണ് എഫ് വെക്ടർ എന്ന് കരുതുക. റൈറ്റ്, വി ക്യാൻ ആക്ച്വലി റിസോൾവ് ഇറ്റ് ഇൻ ടു ടു കോമ്പണന്റ്സ്. റൈറ്റ്, രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് ആയിട്ട് എഴുതാം. ഇതിനെ ഞാൻ തൽക്കാലം എഫ് പെർപെൻഡിക്കുലർ വെക്ടർ എന്നും ഇതിനെ എഫ് പാരലൽ വെക്ടർ എന്നും എഴുതാം. റൈറ്റ്, അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ എഫ് വെക്ടർ ഇസ് ഈക്വൽ ടു
F perpendicular vector plus F parallel vector. Okay. Right? F perpendicular വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ എഫ് പെർപെൻഡിക്കുലർ എന്ന് എഴുതുക. അതുപോലെ എഫ് പാരലൽ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ എഫ് പാരലൽ എന്ന് മാത്രം എഴുതുക. വെക്ടർ സൈൻ ഇല്ലാതെ എഴുതുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആണ്. റൈറ്റ്? ഇനി നമുക്ക് യൂഷ്വൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് വെക്ടേഴ്സിന്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ റൈറ്റ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എഫ് പെർപെൻഡിക്കുലർ ആണ്. സോ വി ക്യാൻ റൈറ്റ് എഫ് വെക്ടർ ഇസ് ഈക്വൽ ടു ആദ്യം ഹൊറിസോണ്ടൽ കോമ്പണന്റ് എഴുതാം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എഫ് പാരലലാണ്. ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ മൈനസ് ഐ ഡയറക്ഷനിലാണ് അല്ലേ. ദിസ് വെക്ടർ ഇസ് ഇൻ ദ മൈനസ് ഐ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ എഫ് പാരലൽ മൈനസ് ഐ ഹാറ്റ് ഓക്കെ പ്ലസ് അതുപോലെ ഈ കോമ്പണന്റ് എന്ന് പറയുന്നത് എഫ് പെർപെൻഡിക്കുലർ ആണ്. സോ ദിസ് ഇസ് എഫ് പെർപെൻഡിക്കുലർ. ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ മൈനസ് ജെ ഹാറ്റ് ആണ്. റൈറ്റ്? എഫ് പെർപെൻഡിക്കുലർ വെക്ടർ ഇസ് ഇൻ ദ മൈനസ് ജെ ഹാറ്റ് ഡയറക്ഷൻ. കാരണം മുകളിലേക്കുള്ള ഡയറക്ഷൻ ആണ് പ്ലസ് ജെ ഹാറ്റ്, അപ്പോൾ താഴേക്കുള്ള ഡയറക്ഷൻ മൈനസ് ജെ ഹാറ്റ് ഡയറക്ഷൻ ആണ്. സോ ദ മാഗ്നിറ്റ്യൂഡ് ഇസ് എഫ് പെർപെൻഡിക്കുലർ, ദ ഡയറക്ഷൻ ഇസ് മൈനസ് ജെ ഹാറ്റ്. റൈറ്റ്? അപ്പോൾ നമുക്ക് എഫ് വെക്ടറിനെ എങ്ങനെ എഴുതാം? ദിസ് ഇസ് മൈനസ് എഫ് പാരലൽ I hat plus again minus f perpendicular j hat. Alright? That generally നമ്മൾ f vector is equal to fx I hat plus fy j hat എന്ന് എഴുതും അല്ലേ. ഇതിലിവിടെ fy എന്ന് പറയുന്നത് മൈനസ് എഫ് പെർപെൻഡിക്കുലർ ആണ്, അത് j ഹാറ്റിന്റെ കോഎഫിഷ്യന്റ്. Right? So fy is actually equal to minus f perpendicular. Right? So I'll just write it down here. fy is equal to minus f perpendicular. Right? അതവിടെ നിൽക്കട്ടെ. Alright. Now let's actually find these components. Alright. So we'll take the angle between the horizontal and the f vector as theta. Right? F vector horizontal direction നമ്മൾ angle നമുക്ക് theta എന്ന് എടുക്കാം. So let me draw it more clearly here. The same thing. Okay. So we have got f vector. Okay. This is f parallel vector. F perpendicular vector. Alright, this is F perpendicular vector and this is F parallel vector. ഈ ആംഗിൾ ആണ് നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ you see that sin theta is equal to the magnitude, this length opposite, അതിനെ F perpendicular എന്ന് എഴുതാം, the magnitude. So this is F perpendicular or F transverse divided by the magnitude of F vector, which is simply F. Okay, or we can write F transverse is equal to F sin theta. Okay. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എഫ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് മൈനസ് എഫ് വൈ ആണ്. സോ വി ക്യാൻ റൈറ്റ് മൈനസ് എഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ ഓർ എഫ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് എഫ് സൈൻ തീറ്റ. റൈറ്റ്? ഇവിടെ എഫ് വൈ എന്ന് പറയുന്നത് മൈനസ് എഫ് സൈൻ തീറ്റയാണ്. റൈറ്റ്? അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. എഫ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് എഫ് സൈൻ തീറ്റ. റൈറ്റ്? ഇനി നമ്മൾ പറഞ്ഞു ഈ ഫോഴ്സിന്റെ എഫ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്ട്രിംഗ് ടെൻഷൻ തന്നെയാണ്. റൈറ്റ്? സോ വി ക്യാൻ റൈറ്റ് എഫ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടി സൈൻ തീറ്റ. Right? ഈ എഫ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എഫ് എന്ന് പറയുന്നത് ടി തന്നെയാണ്. Right? So we can write Fy is equal to minus t sin theta. Okay? Alright. ഇനി സ്മോൾ ആംഗിൾസ് തീറ്റ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം sin theta is almost equal to tan theta. For small angles, sin theta and tan theta are the same. Alright. The reason is that tan theta എന്ന് പറയുന്നത് sin theta divided by cos theta ആണ്. For small angles, cos theta will go to 1. Cos theta will go to 1 and sin theta will go to theta. Right? So we can say that for small angles, sin theta is equal to tan theta. Right? അപ്പോൾ ഇതിനെ നമുക്ക് this can also be written as Fy is equal to minus t tan theta. Alright? നമ്മൾ tan theta ഇവിടെ നോക്കുകയാണെങ്കിൽ, right? If you look at tan theta എന്ന് പറയുന്നത് opposite divided by adjacent. Okay? അതായത് this part divided by this part. Right? നമ്മൾ പറഞ്ഞു F vector എന്ന് പറയുന്നത് നമ്മുടെ വേവ് അല്ലെങ്കിൽ സ്ട്രിങ്ങിന്റെ മോഷന് ടാൻജന്റ് ആയിട്ടാണ്. സ്ട്രിങ്ങിന്റെ മോഷന് ടാൻജന്റ് ആയിട്ടാണ് എഫ് വെക്ടർ ഉള്ളത്. റൈറ്റ്? അപ്പോൾ ദിസ് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി ദ സ്ലോപ്പ്. റൈറ്റ്? ഇറ്റ്സ് ആക്ച്വലി ദ സ്ലോപ്പ് ഓഫ് ദ സ്ട്രിങ്. ഇതിനെ നമുക്ക് dy dx എന്ന് എഴുതുകയാണെങ്കിൽ റൈറ്റ് ദിസ് ഇസ് ദ സ്ലോപ്പ്. അതായത് ടാൻ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ലോപ്പ് ഓഫ് ദ സ്ട്രിങ്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് എഴുതാം. വൈ ടൈമിന്റെ കൂടെ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതുന്നത്. റൈറ്റ്? സോ ടാൻ തീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ടി ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. റൈറ്റ്? അഗൈൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് ഫോഴ്സിന്റെ ട്രാൻസ്വേഴ്സ് കോമ്പണന്റ്. എഫ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടി ഡോ വൈ ബൈ ഡോ എക്സ്. ഇനി എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിലാണ് ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0.
ഇനി ഇത് നമുക്ക് കണ്ടുപിടിക്കാം because we know y of x, y of x, നമ്മൾ എഴുതിയിട്ടുണ്ട്. It is a sin 2 pi nu t minus x divided by v. അപ്പോൾ dou y by dou x എന്ന് പറയുന്നത് just take the derivative with respect to x. Alright, ഇപ്പോൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. The derivative is minus 2 pi nu a divided by v. This v will come. Alright, and then we have got cos 2 pi nu t minus x divided by v. Okay, അതായത് സൈൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് കൊസൈൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആർഗ്യുമെന്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് മൈനസ് 1 by v എന്ന് വരുന്നത്. ഓക്കെ, മൈനസ് 1 by v മാത്രമല്ല, ദർ ഇസ് ഓൾസോ ദിസ് 2 pi nu. സോ വിൽ ഗെറ്റ് മൈനസ് 2 pi nu ഡിവൈഡ് ബൈ v. അതായത് സൈനിന്റെ ആർഗ്യുമെന്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിൽ ഗെറ്റ് മൈനസ് 2 pi nu 1 by v. ഓക്കെ, അതാണ് മൈനസ് 2 pi nu ഡിവൈഡ് ബൈ v. സോ ദിസ് ഇസ് ഡോ y by ഡോ x. Again, if you are looking at x equal to 0 point, വീണ്ടും ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം we set x equal to 0, right? And then we get fy is equal to 2 pi nu at divided by v multiplied by cos 2 pi nu t. അതായത് x equal to 0 എന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ട്രാൻസ്വേഴ്സ് കോമ്പണന്റ് ആണിത്. ഫോഴ്സിന്റെ ട്രാൻസ്വേഴ്സ് കോമ്പണന്റ് ആണ് ഈ എഴുതിയിരിക്കുന്നത്, റൈറ്റ്? അല്ലെങ്കിൽ y കോമ്പണന്റ്, റൈറ്റ്? ഫോഴ്സിന്റെ y കോമ്പണന്റ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി x ഈക്വൽ ടു 0 എന്ന പോയിന്റിലുള്ള ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്സിനെ നമുക്ക് dy0 എന്ന് എഴുതാം. We can write it as dy0, right? So we can calculate the work done in any given time as the integral of fy dy0, right? അപ്പോൾ dy0 എന്നുള്ള ചെറിയ ഡിസ്പ്ലേസ്മെന്റിന് ഉള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് fy, ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ്, right? ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ്. So we can write as fy dy0. So this is a work done for a small displacement. നമുക്ക് dw എന്ന് വിളിക്കാം. So the work done, all right, in any given time, ഏതെങ്കിലും ഒരു given time periodലുള്ള work done എന്ന് പറയുന്നത് you have to integrate this, all right? Integral fy dy0. Okay, ഇവിടെ 2 pi nu at divided by v എന്നുള്ളതൊക്കെ ഇന്റഗ്രേഷന്റെ പുറത്താണുള്ളത്. ബാക്കിയുള്ളത് cos 2 pi nu t d of a sin 2 pi nu t, all right? ഇവിടെ d of a sin 2 pi nu t എന്ന് പറയുന്നത് this is simply dy0. കാരണം we already had written y0 is equal to a sin 2 pi nu t. ഓക്കെ, അപ്പോൾ dy0 എന്നുള്ളതിനാണ് ഇവിടെ d of a sin 2 pi nu t എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് d of a sin 2 pi nu t എന്ന് പറയുന്നത് this is equal to 2 pi nu a cos 2 pi nu t dt. Okay, just take the derivative, right? അപ്പോൾ ഈ 2 pi nu a എന്നുള്ളത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. So this 2 pi nu a will become 2 pi nu a square, right? This t is still there and the v is also there, right? അപ്പോൾ ഇവിടെ ഒരു cosine ഉള്ളതുകൊണ്ട് this becomes cos square 2 pi nu t dt. അപ്പോൾ ഈ ഇന്റഗ്രൽ ആണ് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യേണ്ടത്, right? So this is the work done. This is the work done by the transverse force, right? ഇനി ഇതിനെ വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് എഴുതാം. കാരണം if you remember 2 pi nu a എന്നുള്ളത് നമ്മൾ u0 എന്ന് വിളിച്ചിരുന്നു. This was the maximum speed, right? Maximum transverse speed, right? അപ്പോൾ അതിന്റെ ടേംസിൽ നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് എഴുതാം. w is equal to u0 square t divided by v and then integral cos square 2 pi nu t dt. Okay, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. w is equal to u0 square t divided by v integral cos square 2 pi nu t dt. Okay, അപ്പോൾ ഇത് ആക്ച്വലി this is the work done in a small interval dt, right? ഈ ഇന്റഗ്രലിന്റെ ഉള്ളിലുള്ളത് is the work done for a small interval dt, right? So we can evaluate the work done for one complete period of the wave. ഒരു complete periodനുള്ള work done നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? You take the integral from t equal to 0 to a complete period capital T, right? t എന്നുള്ള ഈ complete period നമുക്ക് 1 divided by nu എന്നും എഴുതാം, because nu is equal to 1 divided by t etc. ഈ t എന്ന് പറയുന്ന പീരിയഡ് ആണ്, നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ടെൻഷൻ അല്ല, റൈറ്റ്? അതുകൊണ്ട് t ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല nu ഉപയോഗിക്കുന്നതാണ്, റൈറ്റ്? സോ വി ക്യാൻ റൈറ്റ് w corresponding to one cycle, the work done corresponding to one full cycle is equal to u0 square t divided by 2v and then integral 0 to 1 by nu cos square 2 pi nu t dt, റൈറ്റ്? അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഇന്റഗ്രേഷൻ ചെയ്തതാണ്, റൈറ്റ്? Again using the trigonometric identity we can write this as u0 square t divided by 2v integral 0 to 1 by nu 1 plus cos 4 pi nu t dt, right? അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഐഡന്റിറ്റി ഇതാണ്. cos square x എന്നുള്ളതിനെ
1 plus cos 2x divided by 2 എന്ന് എഴുതാം. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. Alright? ഇനി ഈ cos 4 pi nu t എന്നുള്ള ടേം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ടേമിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു സൈൻ 4 pi nu t ഉണ്ടാവും. വെൻ യു അപ്ലൈ ദ ലിമിറ്റ്സ്, റൈറ്റ്, 1 by nu ഇടുന്ന സമയത്ത്, അതായത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് there will be a sin 4 pi nu t. ഓക്കെ, ഇവിടെ t equal to 1 by nu ഇടുന്ന സമയത്ത് it will become sin 4 pi, so the upper limit will be 0. Right? The lower limit is 0 ആണ്, sin 0 is also 0, so there is no contribution from this term. ഓക്കെ, അപ്പോൾ ഈ ടേം മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, അതായത് dt, ഇന്റഗ്രൽ dt from the limit 0 to 1 by nu. Okay, അത് ചെയ്ത് കഴിയുമ്പോൾ we'll get w for the work done for the entire cycle is equal to u0 square t divided by 2v. Right? ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ dt ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t എന്നാണ്. You apply the limit 0 to 1 by nu, so this simply becomes 1 by nu. 1 by nu ആണ്, ആ 1 by nu ഉള്ളതുകൊണ്ടാണ് ഡിനോമിനേറ്ററിൽ ഇവിടെ ഒരു nu കൂടെ ഉള്ളത്. Right? So the work done for the complete cycle, is equal to u0 square t divided by 2v nu. Okay. ഇനി ഇതിനെ നമുക്ക് പല രീതിയിൽ മാറ്റി എഴുതാം. ഉദാഹരണത്തിന് t equal to mu v square, അതുപോലെ nu is equal to v divided by lambda എന്ന് എഴുതുകയാണെങ്കിൽ this expression simply becomes w for the entire cycle is equal to half lambda mu u0 square, or we can also write it as 2 pi nu square a square lambda mu. Okay, അതായത് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഇതായിരുന്നു, w for the entire cycle is equal to u0 square t divided by 2v nu. Okay, ഇതിൽ t equal to mu v square എന്ന് എഴുതുകയാണെങ്കിൽ, t equal to mu v square എന്ന് എഴുതുകയാണെങ്കിൽ this v and this one of the v will cancel. v divided by nu എന്നുള്ളത് നമുക്ക് lambda എന്ന് എഴുതാം. Right? So this becomes half u0 square mu lambda. Right? കാരണം v divided by nu എന്നുള്ളതിന് lambda എന്ന് എഴുതാം. So that is half lambda mu u0 squared. ഇനി u0 യുടെ എക്സ്പ്രഷൻ വീണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ this becomes, കാരണം u0 was equal to 2 pi a nu. Right? അതായത് u0 സ്ക്വയർ എന്ന് പറയുന്നപ്പോൾ 4 pi square a square nu square ആണ്. Right? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ you get 2 pi square nu square a square multiplied by lambda mu. Right? ഇവിടെ u0 സ്ക്വയറിന് 4 pi square a square nu square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ you get 2 pi square nu square a square lambda mu. Right? അപ്പോൾ ഇതൊക്കെ ഒരു സൈക്കിളിൽ, ഒരു ഫുൾ സൈക്കിളിൽ ഉള്ള വർക്ക് ഡൺ, അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ മുൻപ് നമ്മൾ ഒരു വേവ് ലെങ്ത്തിന് കറസ്പോണ്ട് ചെയ്യുന്ന കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കേസിൽ ഇത് രണ്ടും ഈക്വൽ ആയിരുന്നു. റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് സിംപ്ലി ട്വൈസ് ദിസ് വാല്യൂ. റൈറ്റ്? ദിസ് ഇസ് സിംപ്ലി ട്വൈസ് ദിസ് വാല്യൂ. റൈറ്റ്? അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സ്പ്രഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ യു സീ ദാറ്റ് ഇറ്റ്സ് ട്വൈസ് ദ കൈനറ്റിക് എനർജി ഫോർ വൺ വേവ് ലെങ്ത്. റൈറ്റ്? ഈ term എടുത്ത് നോക്കുകയാണെങ്കിൽ you see that it's twice the potential energy corresponding to a length lambda. Okay, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വർക്ക് ഡൺ ഫോർ വൺ സൈക്കിൾ, ഒരു സൈക്കിൾ ആണെങ്കിൽ അതിന് കറസ്പോണ്ട് ചെയ്യുന്ന വർക്ക് ഡൺ ആണിത്. റൈറ്റ്? ഇനി n സൈക്കിൾസ് ഉണ്ടെങ്കിലോ, n സൈക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, w വർക്ക് ഡൺ ഫോർ n സൈക്കിൾസ് വിൽ ബി ഈക്വൽ ടു u0 സ്ക്വയർ t മൾട്ടിപ്ലൈഡ് ബൈ n ഡിവൈഡഡ് ബൈ 2v nu. Okay, so this would be the work done for n cycles. ഇനി ഞാൻ ഇങ്ങനെ എഴുതാം, WNC, the work done for n cycles, this is equal to u0 square t n divided by 2v nu. Right? ഇനി ഈ n cycles കംപ്ലീറ്റ് ചെയ്യാൻ ഡെൽറ്റ t എന്നുള്ള സമയമാണ് എടുക്കുന്നതെന്ന് എഴുതുക. Right? n cycles കംപ്ലീറ്റ് ചെയ്യാൻ ഡെൽറ്റ t എന്നുള്ള സമയമാണ് എടുക്കുന്നതെന്ന് എഴുതുക. Right? അങ്ങനെയാണ് നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. Right? അപ്പോൾ ഇതിന് ഡെൽറ്റ ടി എന്നുള്ള സമയമാണ് എടുക്കുന്നതെങ്കിൽ the power can be calculated as u0 square t divided by 2v nu multiplied by n divided by delta t. Right? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് ആണ്, അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയമാണ് ഡെൽറ്റ ടി. Right? ഇനി നമ്പർ ഓഫ് സൈക്കിൾസ് പെർ യൂണിറ്റ് ടൈം എന്നുള്ളതിന് വേറെ പേരുണ്ട്, ദാറ്റ്സ് നത്തിങ് ബട്ട് ദ ഫ്രീക്വൻസി. So this n divided by delta t can be written as nu. Okay, so this nu and nu will cancel, and the power or the work done per unit time can be written as u0 square t divided by 2v. u0 square t divided by 2v. Okay, ഇനി ഇവിടെ നമ്മൾ t equal to mu v square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, right, we can use this relation t is equal to mu v square. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ one of the v will get cancelled and you will get half mu u0 square v. Right? P is equal to half mu u0 squared v. Right? We half mu u0 squared നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ E is equal to
half lambda mu u0 squared അല്ലെങ്കിൽ E divided by lambda, right? The energy per unit length is half mu u0 squared. Okay, കാരണം ഇത് ലാംഡ എന്നുള്ള ലെങ്ത്തിന് കറസ്പോണ്ട് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ എനർജി പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ളത് ഇറ്റ്സ് ഹാഫ് മ്യൂ u0 സ്ക്വയർഡ്, റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ദ പവർ ഹിയർ ഇസ് ഈക്വൽ ടു ദ എനർജി per unit length multiplied by the speed. Okay, so we recognize P as being equal to the total energy per unit length, right, that the wave adds to the string multiplied by the wave speed. Okay, അതായത് ഈ വേവ് മോഷൻ കാരണം ഈ സ്ട്രിങ്ങിന് കിട്ടുന്ന എനർജിയാണ് ഇ എന്ന് പറയുന്നത്, റൈറ്റ്? അതായത് ഒരു വേവ് ലെങ്ത് ഓഫ് സ്ട്രിങ് എടുക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന എനർജിയാണ് ഇ എന്ന് പറയുന്നത്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ the energy per unit length of the string, ഈ wave motion കാരണം ഒരു യൂണിറ്റ് ലെങ്ത് ഓഫ് സ്ട്രിങ്ങിന് കിട്ടുന്ന എനർജിയാണ് ഹാഫ് മ്യൂ u0 സ്ക്വയർഡ്. ഓക്കെ, so we can call it the total energy per unit length that the wave adds to the string, right? ഈ waves ഇല്ലെങ്കിൽ സ്ട്രിങ്ങിന്റെ എനർജി ഡിഫറെന്റ് ആണ്, റൈറ്റ്? ഈ വേവ് ഫോം ഉള്ളപ്പോഴാണ് സ്ട്രിങ് വേവ് ഫോം അല്ലെങ്കിൽ വേവ്സ് ട്രാവൽ ചെയ്യുമ്പോൾ സ്ട്രിങ് ഓൾസോ ഗെറ്റ് സം എനർജി, റൈറ്റ്? സോ വാട്ട് ഇസ് ഹാഫ് മ്യൂ u0 സ്ക്വയർഡ്? ദാറ്റ് ഇസ് ദ total energy per unit length that the wave adds to the string or the wave gives to the string, right? Or that's the energy, the total energy the string gains due to the existence of a wave on it, right? അപ്പോൾ ഈ ഹാഫ് മ്യൂ u0 സ്ക്വയർഡിനെ വേവ് വെലോസിറ്റി അല്ലെങ്കിൽ വേവ് സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് the power, okay, or the work done per unit time. That's the power. ഇതായിരുന്നു പവറിലുള്ള എക്സ്പ്രഷൻ ഹാഫ് മ്യൂ u0 സ്ക്വയർഡ് വി. വി വേവ് സ്പീഡ് ആണ് നമ്മൾ പറഞ്ഞു, റൈറ്റ്? സോ വേവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റർബൻസ് ഇതിലൂടെ ട്രാവൽ ചെയ്തു പോകുന്ന സ്പീഡാണ് വി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി തോട്ട് ഓഫ് as representing the additional length of string per unit time to become involved in the disturbance, right? അതായത് വി എന്നുള്ള ഇതിനെ ഇങ്ങനെ നമുക്ക് പറയാം, ഇറ്റ് ഇസ് ദ അഡീഷണൽ ലെങ്ത് ഓഫ് സ്ട്രിങ് per unit time to become involved in the disturbance, right? അപ്പോൾ ഇനീഷ്യലി വേവിന്റെ തുടക്ക ഭാഗത്ത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് കരുതുക, right? What is the additional length of string, right? അതായത് ഈ വൈബ്രേഷനിൽ അല്ലെങ്കിൽ വേവ് മോഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ വേവ് മോഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, right? The vibrations have just started from this end, right? അതായത് ഒരു യൂണിറ്റ് ടൈമിൽ ഈ സ്ട്രിങ്ങിന്റെ എത്ര ഭാഗവും കൂടെ ഈ വൈബ്രേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യും, റൈറ്റ്? അല്ലെങ്കിൽ ഇൻവോൾവ്ഡ് ആവും. ഇതിനെയാണ് വി എന്നുള്ള സ്പീഡ് പറഞ്ഞു തരുന്നത്. In other words, this is simply the speed at which the disturbance travels. Okay, so this means that the energy is not retained at the source. നമ്മൾ കൊടുക്കുന്ന എനർജി, right, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വർക്ക് ഡൺ അത് സോഴ്സിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയല്ല, but it flows along the string, which thus acts as a medium for the transport of energy from one point to another, right? അതായത് ഈ സ്ട്രിങ്ങിലൂടെ അല്ലെങ്കിൽ മീഡിയത്തിലൂടെ സംഭവിക്കുന്ന നമ്മൾ ഇനീഷ്യലി ചെയ്യുന്ന വർക്ക്, right? This increases the energy of the string at that point, and this energy is actually flowing from one point of the string to another, right? ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യുകയാണ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. So we say that the string acts as a medium for the transport of energy from one point to another, right? ഇവിടെ ട്രാൻസ്പോർട്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വേവ് സ്പീഡ് തന്നെയാണ്. അതായത് ഈ വേവ് മോഷൻ അല്ലെങ്കിൽ ഈ വേവ് ഫോമിലുള്ള ഡിസ്റ്റർബൻസസ് ആക്ച്വലി ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് മീഡിയത്തിൽ എനർജി ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോർട്ടിംഗ് ദ എനർജി അറ്റ് സ്പീഡ് വി, റൈറ്റ്? നമ്മളിവിടെ ഡിസ്പേർഷൻ ഒന്നും ഇല്ലാത്ത കേസാണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്, റൈറ്റ്? വി ആർ അസ്യൂമിംഗ് ദാറ്റ് ദർ ഇസ് നോ ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ ഉള്ള കേസിൽ നമുക്ക് കാണാൻ കഴിയും ഈ എനർജി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഗ്രൂപ്പ് വെലോസിറ്റി എന്ന സ്പീഡിലായിരിക്കും, റൈറ്റ്? സോ ഇഫ് ദ മീഡിയം ഇസ് ഡിസ്പേഴ്സീവ്, ഇറ്റ് ടേൺസ് ഔട്ട് that it is the group velocity that characterizes the velocity of transport of energy. Okay, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു നമ്മൾ സ്ട്രിങ്ങിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, റൈറ്റ്, ഇഫ് ഇറ്റ് ഹാസ് ബിക്കം ഫുള്ളി ഇൻവോൾവ്ഡ് ഇൻ ദ വേവ് മോഷൻ, റൈറ്റ്, ഫുള്ളി അത് ഓസിലേഷൻ അല്ലെങ്കിൽ വേവ് മോഷനിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ആവറേജ് എനർജി ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്, റൈറ്റ്? കാരണം we see that it depends only on mu and u0. u0 is the maximum allowed speed and mu is the mass per unit length, right? ഈ രണ്ട് കാര്യങ്ങൾ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ, right? So it does not change with time, and the average energy actually remains constant, right, once the string has become fully involved in the wave motion. അടുത്തത് we can also talk about momentum flow, right? അപ്പോൾ ഇതിന്റെ ഒരു ക്വാളിറ്റേറ്റീവ് ഡിസ്കഷൻ മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ, right? Momentum flow and the mechanical radiation pressure.
അപ്പോൾ നമ്മളിപ്പോൾ എനർജി ഫ്ലോ അല്ലെ എനർജി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് കണ്ടു. സോ ഇറ്റ്സ് നാച്ചുറൽ ടു അസ്യൂം ദാറ്റ് ദർ ഇസ് എ ട്രാൻസ്പോർട്ട് ഓഫ് മൊമെന്റം ഓൾസോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബേസ്ഡ് ഓൺ ദ ഐഡിയാസ് ദാറ്റ് വി ഹാവ് ഓൾറെഡി, the ratio of energy transport to momentum transport, energy transportinte momentum transportinte ratio essentially wave speed ആയിരിക്കും. It has to be essentially the wave speed. ഇപ്പോൾ പാർട്ടിക്കിൾസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ റിലേഷൻ ഉണ്ട്. അതായത് മൊമെന്റം എം വി ആണ്, എനർജി ഇപ്പോൾ നമ്മൾ ഹാഫ് എം വി സ്ക്വയർ എന്നാണ് എടുക്കുന്നത്, ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ബി ഡിവൈഡഡ് ബൈ 2. ഇതേ രീതിയിലുള്ള റേഷ്യോ നമ്മൾ ഇവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് tempting to suppose that the ratio of energy transport to momentum transport is essentially the wave speed v. Okay, പക്ഷേ ഇത് generally true അല്ല. Right? This is not the case generally. The calculation of wave momentum involves a detailed consideration of the properties of the medium. Wave momentum calculation അത്ര simple അല്ല. ഒരു general ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല, because it depends on the properties of the medium. Right? അപ്പോൾ ചില കേസസിൽ മാത്തമാറ്റിക്കൽ അനാലിസിസ് ഗിവ് us സർപ്രൈസിങ് റിസൾട്ട്സ്. ഫോർ എക്സാമ്പിൾ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ ബാർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഹൂക്സ് ലോ ഐഡിയലി ഒബേ ചെയ്യുന്ന ബാറിലുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എടുക്കുകയാണെങ്കിൽ, ദ റിസൾട്ട്സ് ഷോ ദാറ്റ് ദേ ക്യാൻ ക്യാരി നോ മൊമെന്റം അറ്റ് ഓൾ. സോ വി ഡോണ്ട് ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദിസ്. ഇതിന്റെ ജസ്റ്റ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് മീഡിയം എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ, പെർഫെക്റ്റ് ഇലാസ്റ്റിക് മീഡിയത്തിലാണെങ്കിലാണ് മൊമെന്റം ട്രാൻസ്പോർട്ട് ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ പെർഫെക്റ്റ് ഇലാസ്റ്റിക് മീഡിയം ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊമെന്റം ഫ്ലോ ഉണ്ടായിരിക്കും, പക്ഷേ ഇതിന്റെ കാൽക്കുലേഷൻ അത്ര സിമ്പിൾ അല്ല. ഓക്കെ, ഈ മൊമെന്റം ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വാട്ട്സ് മെക്കാനിക്കൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ വേവ്സ് ഓൺ ആൻ ഒബ്ജെക്ട് ദാറ്റ് അബ്സോർബ്സ് ഓർ റിഫ്ലെക്ട്സ് ദം. അപ്പോൾ ഈ വേവ് ഒരു സ്ഥലത്ത് നിന്ന് പതിക്കുമ്പോൾ, പെർട്ടിക്കുലർ വേവ് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് പതിക്കുമ്പോൾ എന്ത് ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യപ്പെടുന്നത്, ഇത് മനസ്സിലാക്കണമെങ്കിൽ വി നീഡ് ടു നോ ഹൗ ദ മൊമെന്റം ഇസ് ട്രാൻസ്പോർട്ടഡ്. ബിക്കോസ് ഫോഴ്സ് ഇസ് ഗിവൺ ബൈ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നിങ്ങൾ തെർമോഡൈനാമിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും, ദർ ഇസ് സംതിങ് കോൾഡ് പ്രഷർ. അതായത് ഗ്യാസിലുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് they exert a pressure on a surface placed on their path, and the existence of this pressure must certainly be associated with the transport of momentum by the waves. അതായത് ഒരു ഗ്യാസ് മീഡിയം എടുക്കുകയാണെങ്കിൽ, ഗ്യാസ് മീഡിയം അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലുള്ള ഗ്യാസ് ആണെന്ന് എടുക്കുക. അപ്പോൾ അവിടെ കണ്ടെയ്നറിന്റെ വോൾസിൽ പ്രഷർ എക്സേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ കണ്ടെയ്നറിലെ ഗ്യാസിന്റെ ഉള്ളിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കാരണവും ഇതിന്റെ സർഫസിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിന്റെ വോൾസിൽ പ്രഷർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ കഴിയും? ദ പ്രഷർ മസ്റ്റ് സർട്ടൻലി ബി അസോസിയേറ്റഡ് വിത്ത് ദ ട്രാൻസ്പോർട്ട് ഓഫ് മൊമെന്റം ബൈ ദ വേവ്സ്. അപ്പോൾ പ്രഷർ ഉണ്ട് എന്നുള്ളത് ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ട്രാൻസ്പോർട്ട് ഓഫ് മൊമെന്റം. So in this particular case, the force exerted on a surface by the wave is indeed given in order of magnitude by the rate of energy flow divided by the wave speed. Right? അതിന്റെ ഈ പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് എക്സേർട്ടഡ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇതിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് നമ്മൾ നേരത്തെ ഗസ് ചെയ്ത് തന്നെയാണ്. ഇറ്റ് വിൽ ബി ഗിവൺ ബൈ റേറ്റ് ഓഫ് എനർജി ഫ്ലോ ഡിവൈഡഡ് ബൈ ദ വേവ് സ്പീഡ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ കാര്യത്തിൽ ഈ റിലേഷൻ എക്സാക്ട്ലി ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. But we have to be very clear that the precise result depends on assumptions about the equation of state. Equation of state എന്ന് പറയുന്നത് it's the equation that relates changes of stress and density etc. അതായത് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെന്റ് ക്വാണ്ടിറ്റീസിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റിൽ ഡിപ്പെൻഡ് ചെയ്യും എക്സാക്ട്ലി എന്ത് രീതിയിലുള്ള ഡിപ്പെൻഡൻസ് ആണ് വരുന്നത് എന്നുള്ളത് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റിൽ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ഈ മൊമെന്റം ഫ്ലോയുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് എസെൻഷ്യലി ഓൺ നോൺ ലീനിയാരിറ്റീസ് ഇൻ ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇക്വേഷൻസ് ഓഫ് മോഷനുള്ള നോൺ ലീനിയാരിറ്റീസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ നോൺ ലീനിയർ ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ സോൾവ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. നോൺ ലീനിയർ ഇക്വേഷൻസ് ഓഫ് മോഷൻ എടുക്കുകയാണെങ്കിൽ അത് ഈ സൈനസോയിഡൽ വേവ് സൊല്യൂഷൻസ് ആയിട്ട് കോമ്പാറ്റബിളും അല്ല. നമ്മൾ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ എടുത്തപ്പോഴും എല്ലാം ലീനിയർ ഇക്വേഷൻസ് ആണ് എടുത്തത്. ഓക്കെ, നോൺ ലീനിയാരിറ്റീസ് വരുമ്പോൾ സൈനസോയിഡൽ വേവ് സൊല്യൂഷൻസും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. സോ നോൺ ലീനിയാരിറ്റീസ് കം വിത്ത് their own complications. Okay, so for all these reasons
this puts the problem outside the scope of our present discussions, so we shall not pursue it further. Right? അപ്പോൾ ഈ മൊമെന്റം ഫ്ലോയിനെ കുറിച്ച് വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻ മാത്രമേ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളൂ. റൈറ്റ്? അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. Right? It is a complicated thing, and it's out of the scope of our present discussions. Okay? So with that, I'll conclude this session.